ഞാൻ ചെറുപ്പത്തിലെ ഏറ്റവും കൂടുതൽ ഇൻട്രാക്ട് ചെയ്തിട്ടുള്ള ഒരു പ്രൊഫഷനാണ് ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. ആഹ് ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട് ചെറുപ്പം തൊട്ട് ഇപ്പം വരെ. ആൻഡ് ഒരുപാട് പേര് എന്നെ ട്രീറ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ചില ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, നമ്മൾ മരുന്ന് തന്ന് ട്രീറ്റ് ചെയ്യുന്നതിനേക്കാളും അവരൊരു സ്റ്റെപ്പ് മുമ്പോട്ട് നമ്മളെ ഹീൽ ചെയ്യും. അതായത് ഹീലിംഗ് എന്ന് ഉദ്ദേശിച്ചത് ഞാനൊരു മെൻറ്റൽ പീസാണ് കേട്ടോ. ചില ഡോക്ടേഴ്സിനെ കാണുമ്പോൾ തന്നെ നമ്മുടെ അസുഖം ഒരു എന്താ പറയുക, ഒരു മുക്കാൽ ഭാഗം കുറയുമെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ പറയും നമുക്ക് ആ ഡോക്ടറെ ഒന്ന് കണ്ടാൽ മതി നമ്മുടെ അസുഖം മാറുന്നത്. കാരണം എന്നാന്ന് പറഞ്ഞാൽ നമ്മളുടെ കാര്യങ്ങൾ കേട്ട്, നമ്മുടെ പ്രശ്നങ്ങൾ കേട്ട്, നമ്മുടെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തന്ന് ഒരു ചിരിച്ച മുഖത്തോടുകൂടി ഇരിക്കുന്ന ചില ഡോക്ടേഴ്സ് ഉണ്ട്. ഇവരൊക്കെ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും കൺസൾട്ട് ചെയ്യാൻ നമുക്ക് തോന്നും അല്ലേ. റീസെൻ്റ്ലി ഞാൻ എൻ്റെ പല്ല് പറിക്കാൻ ഒരു ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കുറേ വർഷം മുമ്പാണ് ആ ഡെൻറ്റിസ്റ്റിൻ്റെ അടുത്ത് പോയത്. അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോഴാണ് പോയത്. ഞാൻ വീണ്ടും പോകാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ ആ ഡോക്ടറിൻ്റെ ബിഹേവിയറാണ്. നമുക്ക് ഈ വായിലൊക്കെ നമുക്ക് പേടിയാവുമല്ലോ ഓരോ അതിൻ്റെ ശബ്ദവും ഒക്കെ കേൾക്കുമ്പോൾ. പക്ഷേ ഡോക്ടർ പറയും ഇല്ല നമ്മൾ കഴിഞ്ഞു തീർന്നു, ഇതൊന്നും വേന എടുക്കത്തില്ല കേട്ടോ, ഇത് ജസ്റ്റ് സ്പ്രേ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് കാമാക്കുമായിരുന്നു ആ ഡോക്ടർ. എന്നിട്ടാണ് പല്ല് പറിച്ചത്. ഇപ്പോഴും ഡോക്ടറിൻ്റെ ബിഹേവിയറിന് ഒരു മാറ്റമില്ല കേട്ടോ. സോ നമുക്ക് വീണ്ടും അപ്രോച്ച് ചെയ്യാൻ പറ്റും. ഞാൻ ഡോക്ടേഴ്സിനെ പറ്റി പറഞ്ഞത് ഒരു എക്സാമ്പിളാണ് കേട്ടോ. പക്ഷേ റീസെൻ്റ്ലി നമ്മളൊരു പെട്രോൾ പമ്പിൽ പോയപ്പോഴാണെങ്കിലും അവിടെ രാവിലെ ആയിരുന്നു, ആ ചേച്ചി നല്ല ചിരിച്ചാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്. സോ നമുക്കത് കാണുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ആ ചേച്ചിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നത്. എപ്പോഴും ചിരിച്ച മുഖത്തോടെ നിൽക്കുക, പോസിറ്റീവായിട്ട് നിൽക്കുക എന്നൊക്കെ പറയുന്നത് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി, എസ്പെഷ്യലി വെൻ യു ഹാവ് ടു ഡീൽ വിത്ത് പീപ്പിൾ. എല്ലാ ആൾക്കാരും ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആൾക്കാരാണ്. പക്ഷേ എന്നാൽ പോലും നമുക്ക് നമ്മളിലുള്ള ഒരു കൈൻഡ്നെസ്സും എംപത്തിയും ഒക്കെ നമുക്ക് ഹോൾഡ് ഓൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഐ തിങ്ക് അത് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളെ തന്നെ ആയിരിക്കും. നമുക്ക് അത്രയും നെഗറ്റിവിറ്റി പുറത്തുനിന്നുള്ള ആൾക്കാരുടെ അടുത്ത് കിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ ലെറ്റ്സ് ബി കൈൻഡ് ആൻഡ് എംപത്തറ്റിക് ടുവേർഡ്സ് ദ പീപ്പിൾ ദാറ്റ് വി മീറ്റ്. അതിപ്പോൾ പ്രൊഫഷൻ ആണെങ്കിലും അതെ, പുറത്താണെങ്കിലും അതെ. ഓൺ ദാറ്റ് നോട്ട്, ഷലോം.